ഓണം എക്സാമിന് ഫുൾ എ പ്ലസ് നേടി ക്ലാസ് ടോപ്പർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ അതിന് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളൊരു വീഡിയോയിൽ പറയുന്നത്. വെൽക്കം ടു എജ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ ഓണം എക്സാമിന് നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും പഠിക്കേണ്ടത് എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ പഠിച്ചാലാണ് ഓണം എക്സാമിന് ഫുൾ എ പ്ലസ് നേടാൻ പറ്റുന്ന കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. സോ മക്കളെ, നിങ്ങൾക്ക് 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നുണ്ട്. ഒന്നാമത്തത്, നിങ്ങൾക്ക് സ്കൂളിൽ ഇപ്പോൾ ഏത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത്, നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള വിഷയം ഏതാണ്, ഈസി ആയിട്ടുള്ള വിഷയം ഏതാണ്. മൂന്നാമതായിട്ട്, നിങ്ങൾ ഓണം എക്സാമിന് ഇപ്പോൾ എത്ര സമയം പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓണം എക്സാം ഈസി ആക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമതായിട്ട്, ഓഗസ്റ്റ് 10-നാണ് നമുക്ക് ഓണം എക്സാം ഉണ്ടാവുക. അപ്പോൾ അതിന്റെ ടൈം ടേബിൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പം ടൈം ടേബിൾ വന്നാൽ നമുക്ക് കുറെ കൂടി എന്ത് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം ടേബിൾ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓൾമോസ്റ്റ് ഒരു 30 ഡേയ്സിനടുത്ത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അന്ന് മുതലുള്ള ഡേറ്റ് നിങ്ങൾ കൗണ്ട് ചെയ്ത് നോക്കട്ടോ. ഏകദേശം 30-ലധികം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. 30 ദിവസങ്ങളുള്ളത് 30-ലധികം ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതായത് ഈ ഓണം എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, നിങ്ങളുടെ ആനുവൽ എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനുള്ള 30% ചാപ്റ്റേഴ്സ്, നിങ്ങൾ ഓണം എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനുള്ള 30% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റിയ എക്സാമാണ് ഓണം എക്സാം. അതായത് നിങ്ങൾ പബ്ലിക് എക്സാമിന് ആനുവൽ എക്സാമിന് ആകെ ചോദിക്കുന്നതിൻ്റെ 30% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓണം എക്സാമിന് പഠിച്ചു തീർക്കാം. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ച് നിങ്ങൾ തീർത്താൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമും അതിനുശേഷം വരാൻ പോകുന്ന ഓണം എക്സാമിന്, പബ്ലിക് എക്സാമിന്, ആനുവൽ എക്സാമിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വലിയൊരു ഭാരം അവിടെ കുറഞ്ഞിട്ടും. മറിച്ച് നിങ്ങൾ ഈ ഓണം എക്സാമിന് പഠിക്കുന്നില്ലെങ്കിൽ ഈ 30% ചാപ്റ്റേഴ്സ് അവിടെ പെൻഡിങ് വരും. ഇതും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ക്രിസ്മസിന് ആനുവൽ എക്സാമിന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിന് എണ്ണം കൂടും. അത് നിങ്ങൾ സ്ട്രെസ് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ ഈ ഓണം എക്സാമിന് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ 30% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിച്ചു തീർക്കുക എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. 30% ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിച്ചു തീർക്കാൻ പറ്റും. മക്കളെ, മടി കാണിച്ച് പിന്നെ ഒന്നും പഠിക്കാതിരുന്ന എക്സാമിന് തലേന്ന് മാത്രമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മികച്ചൊരു മാർക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് മികച്ചൊരു മാർക്ക് കിട്ടണമെങ്കിൽ, നിങ്ങൾക്കൊരു അടിപൊളി മാർക്ക് കിട്ടണമെങ്കിൽ, നിങ്ങൾക്കൊരു സൂപ്പർ മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ഓണം എക്സാമിന് എന്ത് ചെയ്യണം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എന്നാന്ന് എനിക്കറിയില്ല, എന്ന് നിങ്ങൾ കാണുകയാണെങ്കിലും ഈ സെക്കൻഡിൽ, ഈ നിമിഷം മുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങാൻ തയ്യാറാവുക. പെർ ഡേ ഒരു ചാപ്റ്ററെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം അല്ലേ. നിങ്ങൾക്ക് ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് പെർ ഡേ ഒരു ചാപ്റ്റർ നിങ്ങൾ കവർ ചെയ്യാൻ തയ്യാറാവുക. അതിൽ PYQs എന്നാൽ റെഫർ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഏതൊക്കെയാണ്, ഓരോ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഓരോ ചാപ്റ്റർ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്കായിട്ട് എന്ത് തയ്യാറാക്കുക, ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. നിങ്ങൾ തന്നെ നിങ്ങൾക്കായിട്ട് ഒരു ഷോർട്ട് നോട്ട് തയ്യാറാക്കുക. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു ന്യൂസ് പ്രിന്റിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോസിബിലിറ്റി കൂട്ടും. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനും സാധിക്കും. പിന്നെ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങളുടെ ഗോൾ എന്താ, ഓണം എക്സാമിന് ഫുൾ A+ നേടണം എന്നുള്ള ഗോൾ. ആ ഗോൾ എപ്പോഴും മനസ്സിൽ വേണം. ആ ഗോൾ മനസ്സിലുണ്ടായ ഒരു കാര്യം മാത്രമില്ല, എന്ത് ചെയ്യണം, അതിനുവേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണ് കേട്ടോ. മക്കളെ, നിങ്ങളെ ഉള്ളിൽ ഒരു ഗോൾ ഉണ്ട്. എന്താ ഗോൾ, ഓണം എക്സാമിന് ഞാൻ ഫുൾ A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടുന്ന ഗോൾ. ആ ഗോൾ ഉണ്ടായിട്ട് നമ്മളിങ്ങനെ കൈകെട്ടി നോക്കിയൊരു കാര്യമുണ്ടോ, ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണോ, കൃത്യമായ പ്ലാനിങ്ങോട് കൂടി പണിയെടുക്കാൻ തയ്യാറാണോ, കൃത്യമായ എഫേർട്ടോട് കൂടി പണിയെടുക്കാൻ തയ്യാറാണോ. അങ്ങനെ പണിയെടുക്കാൻ തയ്യാറായാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു മികച്ച മാർക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പം മടി പിടിച്ചിട്ട് നാളെ പഠിക്കാം, മറ്റന്നാളാവട്ടെ, ടൈം ടേബിൾ വരട്ടെ, സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പഠിക്കാതിരിക്കരുത്. പഠിക്കണം, ഡെയിലി പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ ഒരു മിസ്റ്റേക്ക് ബുക്ക് നിങ്ങൾ തയ്യാറാക്കണം. അതായത് നിങ്ങളിപ്പോൾ ഡെയിലി പഠിക്കാനിരിക്കുമ്പോൾ ചില ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാവാം, ചില ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടാവാം, ചില കാര്യങ്ങൾ തെറ്റായ രീതിയിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളെ തെറ്റുകൾ നോട്ട് ചെയ്യാനൊരു മിസ്റ്റേക്ക് ബുക്ക് നിങ്ങൾ സെറ്റാക്കി വെക്കുക. ആ മിസ്റ്റേക്ക് ബുക്കിൽ ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളും അതിലാണ് നിങ്ങൾ വരുത്തിയ തെറ്റുകൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. അത് നോട്ട് ചെയ്യുന്നത് മാത്രമല്ല, പിറ്റേന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ആ വരുത്തിയ തെറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ മക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 50+10 ഈ ഒരു റൂളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. 50 മിനിറ്റ് പഠിക്കുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്ക് എടുക്കണം. 50 മിനിറ്റ് പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഈ ബ്രേക്കിൻ്റെ സമയത്ത് യാതൊരു കാരണവശാലും നിങ്ങൾ എന്ത് ഉപയോഗിക്കരുത്, ഫോൺ ഉപയോഗിക്കരുത്. ശ്രദ്ധിക്കണേ, 50 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, 10 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. ആ ബ്രേക്കിൻ്റെ സമയത്ത് യാതൊരു കാരണവശാലും നിങ്ങൾ എന്തെടുക്കരുത് മക്കളെ, ഫോൺ എടുക്കരുത്. അപ്പോൾ 50 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്ക് എടുക്കണം. ആ ബ്രേക്കിൻ്റെ സമയത്ത് യാതൊരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫോൺ
എടുക്കരുത്. അപ്പോൾ ഒരു മിസ്റ്റേക്ക് ബുക്ക് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് വരുന്ന മിസ്റ്റേക്കുകളൊക്കെ അതിൽ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പിറ്റേന്ന് പഠിക്കുമ്പോൾ ആ മിസ്റ്റേക്കുകൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. പിന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒരു ക്വാളിറ്റി സ്ലീപ്പ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. ഒരാൾക്ക് നല്ല ഗുണമേന്മയുള്ള ഉറക്കം കിട്ടും, അയാൾ അടിപൊളിയായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് തലയിൽ കയറണമെങ്കിൽ, ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റണമെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റണമെങ്കിൽ ഒരു ക്വാളിറ്റി സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 7.5 hours എങ്കിലും കേട്ടോ, ഒരു 7 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾ തേടിയെത്തും കേട്ടോ. ഒരു 7 മണിക്കൂറെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് റിസൾട്ട് വിൽ ബി യുവേഴ്സ്. അപ്പോൾ 7.5 hours എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാനായിട്ട് മാറ്റി വെക്കണം. പിന്നെ നിങ്ങൾ രാവിലെയും രാത്രിയും പഠിക്കണം. ഇനി രാത്രി മാത്രമുള്ള പരിപാടിയില്ല, രാവിലെയും രാത്രിയും പഠിക്കുക. എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ, രാവിലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റ് പഠിക്കുന്നു. നിങ്ങൾ പഠിക്കുമ്പോൾ എത്ര മണിക്കൂറാണോ പഠിക്കുന്നത് ആ മണിക്കൂർ മൊത്തം ഒരു വിഷയം പഠിക്കരുത്. ആ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ 2-3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ രാവിലെ 2 മണിക്കൂറാണ് പഠിക്കുന്നെങ്കിൽ 1 മണിക്കൂറിന് 2 സെഗ്മെന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ആദ്യത്തെ 1 മണിക്കൂർ ഒരു വിഷയവും അടുത്തൊരു മണിക്കൂർ ഒരു വിഷയവും പഠിക്കുക. ഇങ്ങനെ പഠിക്കുമ്പോൾ ഈ 1 മണിക്കൂർ പറഞ്ഞാൽ 50 മണിക്കൂർ പഠിക്കാനും 10 മിനിറ്റ് ബ്രേക്കും ആട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണേ. 50 മണിക്കൂർ പഠിക്കാനും 10 മിനിറ്റ് ബ്രേക്കാണ്. ഒരിക്കലും കുറേ സമയം കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിഷയം പഠിക്കരുത്. 1 മണിക്കൂർ ഒരു വിഷയം പഠിച്ചതിന് ശേഷം, അല്ലെങ്കിൽ 50 മിനിറ്റ് ഒരു വിഷയം പഠിച്ചതിന് ശേഷം 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അടുത്ത വിഷയം പഠിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, മോർണിംഗ് നിങ്ങൾ ടഫായിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുന്നു, രാത്രി നിങ്ങൾ എന്ത് ചെയ്യുന്നു, അത് റിവൈസ് ചെയ്യുന്നു. മോർണിംഗ് നിങ്ങൾ ടഫായിട്ടുള്ള ഒരു സബ്ജക്റ്റ് പഠിക്കുന്നു, രാത്രി നിങ്ങൾ അത് എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. ഈ രീതിയിലാണ് മക്കളെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അപ്പോൾ മോർണിംഗ് നിങ്ങൾ ടഫായുള്ള സബ്ജക്റ്റ് പഠിക്കുന്നു, രാത്രി നിങ്ങൾ റിവൈസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ, ഡീവിയേഷൻസ് എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ചാണ് പഠിക്കുന്നതെങ്കിൽ ഫോണിൽ DND മോഡ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓണാക്കി വെക്കണം കേട്ടോ. ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ്, DND മോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓണാക്കി വെക്കുക. ആര് വന്ന് നിങ്ങൾ ബുദ്ധിമുട്ടിച്ചാലും, അതായത് നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ, വാട്സപ്പിൽ ആരെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ, ആ മെസ്സേജുകളൊക്കെ മറികടക്കാൻ, അല്ലേ, മെസ്സേജ് കണ്ടാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് അവിടെ പോയിപ്പോൾ ആ മെസ്സേജുകളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷനാണ് DND മോഡ് ഒഴിവാക്കി ഓണാക്കി വെക്കുക. എന്നിട്ട് ഡീവിയേഷൻസിനോട് ഞാൻ പറഞ്ഞ് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ, നിങ്ങൾ പണിയെടുത്താൽ മാത്രമേ മാർക്ക് കിട്ടൂ, നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. ചിന്ത വേണം. ഈ ചിന്ത മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഓണം എക്സാമിന് വേണ്ടി പഠിക്കാൻ തയ്യാറാവുക. അങ്ങനെ ഓണം എക്സാമിന് വേണ്ടി പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ എഡ്യൂപോഡിന്റെ ഓണം സ്പെഷ്യൽ സൂപ്പർ ബാച്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ഓണം എക്സാം വരെയുള്ള ബാച്ചാണോ? അല്ല, ഓണത്തിന് ശേഷമുള്ള ക്രിസ്മസ്, പിന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാം, ആനുവൽ എക്സാം, എല്ലാ എക്സാമിനും നമ്മൾ എന്ത് ചെയ്യും, കൂടെ നിൽക്കും. അവസാനത്തെ എക്സാം വരെ നമ്മൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന, മാർച്ചിൽ നിങ്ങളുടെ ലാസ്റ്റ് എക്സാം നടക്കുമ്പോൾ അതിന് വരെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ബാച്ചാണ് ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ ബാച്ച്. ഇവിടെ നിങ്ങൾ റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും. എഡ്യൂപോഡ് ഈ ഒരു ബാച്ച് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, കമൻറ്റ് ബോക്സ് നമ്മളൊരു ഫോം നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. കാരണം യൂട്യൂബ് ക്ലാസ്സിന് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. യൂട്യൂബിലൊക്കെ വളരെ കുറച്ച് ക്ലാസ്സേ ഉണ്ടാവുള്ളൂ. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ്, നമ്മുടെ PYQ, നമ്മുടെ അഡീഷണൽ ക്വസ്റ്റ്യൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാടാ, എഡ്യൂപോഡിൻ്റെ ബാച്ചിലാണ്. എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുക എവിടെയാണ്, എഡ്യൂപോഡിൻ്റെ ബാച്ചിലാണ്. എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്, എഡ്യൂപോഡിൻ്റെ ബാച്ചിലാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്, എഡ്യൂപോഡിൻ്റെ ബാച്ചിലാണ്. അപ്പോൾ എഡ്യൂപോഡിൻ്റെ ഓണം എക്സാം സ്പെഷ്യൽ ബാച്ച് ജോയിൻ ചെയ്താൽ ഓണം എക്സാം സെറ്റ് ആക്കാം. അവിടെ നമ്മുടെ ക്രിസ്മസ്, ആനുവൽ എല്ലാ എക്സാംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ, ഒന്ന് മെസ്സേജ് അയച്ചു. അടിപൊളിയായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചു. അപ്പോൾ മക്കളെ, മടി കാണിക്കരുത്, ചടപ്പ് കാണിക്കരുത്. നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ എന്നുള്ള ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. ആ ചിന്ത മനസ്സിൽ വെച്ചിട്ട് പ്രോപ്പറായിട്ട് പഠിക്കാൻ തയ്യാറാവുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.